ഒരു തീർക്കാനുള്ള നീക്കം നിയമവിരുദ്ധമായ നടപടിയാണ്. ഇത് കേവലമായ ഒരു പാർട്ടി തർക്കമല്ല. 22 ലക്ഷം രൂപ PSC മെമ്പറാക്കാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയ കേസാണ്. ഈ കേസിൽ പാർട്ടി ഈ സംഭവം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പ് കയ്യിലുള്ള പാർട്ടി 22 ലക്ഷം രൂപ ഒരു ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയതായി സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. 22 ലക്ഷം രൂപ കോഴ കൊടുക്കാനോ കോഴ വാങ്ങാനോ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് നീതീകരണമില്ലാത്ത ഒരു കുറ്റമാണ്. 22 ലക്ഷം രൂപയുടെ കണക്ക് എവിടെയാണുള്ളത്? ഈ പണം എങ്ങനെയാണ് കൈമാറിയത്? ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? ഗുരുതരമായ നിയമപ്രശ്നങ്ങളാണ് ഈ കേസിലുള്ളത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു അഴിമതി കേസാണ്. മാധ്യമങ്ങളിൽ വാർത്ത വരികയും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാവുകയും CPIM പാർട്ടി തന്നെ അത് പരിശോധിക്കുകയും പരിശോധിച്ച് വസ്തുതയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്ന കേസ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഒരു FIR ഇടാത്തത്? എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഒരു കേസും രജിസ്റ്റർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ക്രിമിനൽ കേസ് ഈ കാര്യത്തിൽ എടുത്ത് അന്വേഷണം നടത്താത്തത്? എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? ഈ കേസ് ഒരു സാധാരണ കേസല്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരുടെ അത്താണിയാണ്, ഏക പ്രതീക്ഷയാണ്. സർക്കാർ ജോലി കിട്ടുമെന്ന് കരുതി രാത്രി പകലാക്കി പഠിച്ച് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് ആളുകൾ അടങ്ങുന്ന റാങ്ക് ലിസ്റ്റുകൾ കേരളത്തിൽ നിയമനം കാത്തു കിടക്കുകയാണ്. തൊഴിലില്ലായ്മ വിസ്ഫോടനമാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. വളരെ കുറഞ്ഞ നിയമനം മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. എല്ലാ കരാർ നിയമനങ്ങളുമാണ് എല്ലായിടത്തും നടക്കുന്നത്. അപ്പോഴും PSC പരീക്ഷകൾ നടത്തുന്നു, റാങ്ക് ലിസ്റ്റുകൾ പുറത്തിറക്കുന്നു, ഉദ്യോഗാർത്ഥികൾ തൊഴിൽ കാത്തു കിടക്കുന്നു. നടക്കുന്ന നിയമനങ്ങളിലെല്ലാം ഒരു പ്രത്യേക ശതമാനം അഴിമതിയാണ് നടക്കുന്നത്. പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള സംവിധാനങ്ങൾ കേരള PSCയിലുണ്ട്. നമ്മള് സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലും പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലും നടന്ന അഴിമതിയുടെ വിശദാംശങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് PSC 7 ഇരട്ടിയോളം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ വെറും 9 PSC മെമ്പർമാരെ ഉണ്ട്. ഇപ്പൊ PSC മെമ്പർമാരെ നിയമിക്കുന്നത് അഴിമതിയിലൂടെയാണ്. നിയമിക്കപ്പെടുന്ന മെമ്പർമാർ അഴിമതി നടത്താതെ എങ്ങനെ 25-50 ലക്ഷം രൂപ ഇതുകൊണ്ടാണ് നോക്കുകുത്തിയായിരിക്കുന്നത്. മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും വിശ്വസ്തനായിരുന്ന ഒരാളാണ് ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പം ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ്. എളമരം കരീമിന്റെയും P മോഹനന്റെയും അടക്കം എല്ലാവരുടെയും വലങ്കയാണ്. നിരവധി അനധികൃതമായ ഇടപാടുകൾ ഈ സംഘം കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നേരത്തെയും നടത്തിയിട്ടുണ്ട്. വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, കോറി മാഫിയ ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ നടത്തുന്നതിൽ പ്രധാനിയാണ് ഇപ്പോൾ ആരോപണവിധേയനായി പുറത്താക്കപ്പെട്ടിരിക്കുന്ന പാർട്ടി നേതാവ്. അദ്ദേഹം വാദിയുടെ വീട്ടിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നു.
കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് കേരളത്തിൽ. തയ്യാറായിട്ടില്ല, ഒരു FIR എടുക്കുന്നില്ല, ഒരു കേസ് എടുക്കുന്നില്ല. നിയമവാഴ്ചയുടെ സമ്പൂർണമായിട്ടുള്ള ലംഘനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. പലതരത്തിലുള്ള മാനങ്ങളുള്ള കേസാണിത്. കൊടുത്തത് കറൻസിയാണോ ചെക്കാണോ, രേഖയിലുള്ള പണമാണോ വാങ്ങിയിരിക്കുന്നത് അല്ലയോ, ഈ പണത്തിന്റെ വരുമാന സ്രോതസ് എന്താണ്, ഈ പണം എന്ത് ചെയ്തു, ആർക്കൊക്കെ ഇതിന്റെ വിഹിതം കിട്ടിയിട്ടുണ്ട്. ഗുരുതരമായ കേസാണിത്. ഈ കേസിൽ FIR ഇടാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറാവുന്നില്ല? അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. പോലീസ് FIR ഇട്ടേ മതിയാവുള്ളൂ. ഞങ്ങൾ ഇന്ന് DGPക്ക് ഔപചാരികമായിട്ടുള്ള പരാതി നൽകുകയാണ്. PSC ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെയും ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ പുകമറ സൃഷ്ടിച്ച് ഇതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത വാർത്ത ചില മാധ്യമങ്ങൾ പ്രാദേശിക BJP നേതാവിന് പങ്ക്. ഏതാണ് ഈ പ്രാദേശിക BJP നേതാവ്? ഇതിലേത് പ്രാദേശിക BJP നേതാവാണ് എന്ന് വെളിപ്പെടുത്താൻ ആ മാധ്യമങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ മാധ്യമങ്ങൾക്കെതിരായും ശക്തമായ നിയമ നടപടി ഭാരതീയ ജനതാ പാർട്ടി. ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല. CPMന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ഒരു ക്രിമിനൽ കേസിനെ വഴിതിരിച്ചു വിടാൻ പ്രാദേശിക BJP നേതാവ്, ഏതാണ് പ്രാദേശിക BJP നേതാവ്? ഈ പറഞ്ഞ സ്ഥലത്തോ കോഴിക്കോട് നഗരത്തിലോ ജില്ലയിലോ ഏതെങ്കിലും ഒരു പ്രാദേശിക BJP നേതാവ് ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വ്യക്തമാക്കണം. അങ്ങനെ വാർത്ത കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മാധ്യമധർമ്മം എന്ന് പറയുന്നത് വസ്തുതകളായിട്ട് പറയാനാണ്. ഏതാണ് പ്രാദേശിക BJP നേതാവ്? എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത്? ആരെ ഭയപ്പെടുന്നത്? ഈ കേസിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അനാവശ്യമായി വലിച്ചിഴച്ച് പ്രശ്നത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ളത് CPMന്റെ അജണ്ടയാണ്. അതിനെന്തിനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വഴിപ്പെടുന്നത്? ഏത് പ്രാദേശിക നേതാവാണ്? സജീവൻ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നു. മുണ്ടിക്കൽ, എവിടെ? മുഴിക്കൽ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സജീവനുമില്ല. ആകെ ഒരു സജീവനുണ്ടോ ജില്ലാ? നിങ്ങൾ ആ നമ്പർ വേണ്ട. ഏതാണ് BJP പ്രാദേശിക നേതാവ്? അത് വെളിപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളാണ് ഇത് വാർത്ത കൊടുത്തത്. ഏതൊക്കെ ദേശാഭിമാനിയോ കൈരളിയാണെങ്കിൽ ഞാൻ പറയില്ല, കാരണം അവരെപ്പോഴും ഈ കള്ള വാർത്ത പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നു. ഉത്തരവാദപ്പെട്ട ലേഖകന്മാരാണ് കൊടുത്തിരിക്കുന്നത്. അവരെ നിയമവഴിയിൽ തന്നെ ഞങ്ങൾ നേരിടും. സത്യം നിങ്ങൾ തുറന്ന് പറയണം. ഏതാണ് പ്രാദേശിക BJP നേതാവ്? ഒരു കാര്യവുമില്ലാതെ ഇതിൽ BJP വലിച്ചിഴച്ചു. അതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അത് ഞങ്ങൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിയമം ആ വഴിയിൽ തന്നെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ആ പ്രാദേശിക BJP നേതാവ് ആരാണെന്ന് പറയിപ്പിക്കും. അല്ലെങ്കിൽ ഈ വാർത്തക്കെതിരായിട്ട് നിങ്ങളെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാനാവുമെന്ന് ഞങ്ങൾ നോക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു അഴിമതി, ഇത്രയും ഗുരുതരമായ ഒരു കേസ് പോലീസിന്റെ അന്വേഷണത്തിന് വിധേയമാവാത്തത്? അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇത് ഒരു അഴിമതിയല്ല ഇവർ നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് എന്തെല്ലാം അഴിമതികൾ ഈ മാഫിയ സംഘം ഇതിനോടകം നടത്തി. എന്റെ മുമ്പിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അറിയാത്തതാണോ? കോഴിക്കോട് മൊഫീസൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ എത്ര കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു? ഒരു വർഷം കഴിയുമ്പോൾ അതിന് ബലക്ഷയം കണ്ടിരിക്കുന്നു. മദ്രാസ് IITയുടെ ആൾക്കാർ വന്നിട്ട് അതിന്റെ സുരക്ഷ പരിശോധിച്ചു. കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ പുനർനിർമ്മാണത്തിനുള്ള ചെലവ്. ആരാണ് ഇത് നടത്തിയിരിക്കുന്നത്? KSRTC. ആരാണ് ഇതിന് പിന്നിൽ? വളരെ ഗുരുതരമായ അഴിമതി അവിടെ നടന്നിരിക്കുന്നു. ഒരു അന്വേഷണവും അത് സംബന്ധിച്ച് നടന്നില്ല. 300 കോടി രൂപ വിലമതിക്കുന്ന സ്റ്റീൽ കോംപ്ലക്സ് 30 കോടി രൂപയ്ക്ക് ഛത്തീസ്ഗഡിലെ ഒരു കമ്പനിക്ക് വിറ്റിരിക്കുന്നു. ഗത്യന്തരമില്ലാതെ സർക്കാർ അതിനെതിരെ കോടതിയിൽ പോയി. ഇപ്പൊ കോടതി ഉത്തരവ് സമ്പാദിച്ച് അവിടെ ഏറ്റെടുക്കാൻ കമ്പനി വരികയാണ്. 300 കോടി രൂപ വില വരുന്ന മതിപ്പ് വിലയുള്ള ഒരു സ്ഥാപനം, അഭിമാന സ്ഥാപനം കേരളത്തിന്റെ 30 കോടി രൂപയ്ക്ക് വിൽക്കുന്നു.
ഈ എളമരം കരീമും മുഹമ്മദ് റിയാസും EP മോഹനും ഒന്നും അറിയാതെ ഈ ഇടപാട് നടക്കുമോ? ചരിത്ര പ്രസിദ്ധമായ കോൺട്രസ്റ്റ് ഹോട്ടൽ സമുച്ചയമാക്കി മാറ്റാൻ ആരാണ് ശ്രമിക്കുന്നത്? ഇതേ മാഫിയ സംഘമാണ്. മലബാറിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. വർഷങ്ങളായിട്ട് അവിടെ സമരം നടക്കുകയാണ് തൊഴിലാളി സംഘടനകളും നാട്ടുകാരും. കോൺട്രസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടിയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുക. പക്ഷെ അത് ഒരു ഹോട്ടൽ ശൃംഖലയ്ക്ക് കൈമാറാനാണ് നീക്കം. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ, IT പാർക്കിനോടനുബന്ധിച്ച് നടന്ന കച്ചവടങ്ങൾ എല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ്. അതൊന്നും അന്വേഷിക്കുന്നില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു മാഫിയ സംഘം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാഫിയ സംഘത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ PSC കോഴയുടെ പിന്നിലുമുള്ളത്. ശരിയായ അന്വേഷണം വേണം. ഞങ്ങൾ എന്നിട്ടും ഒരു പോലീസ് കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഞങ്ങൾ അതിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. സംസ്ഥാന ഏജൻസികൾ ആദ്യം അന്വേഷിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പിന്റെ മുമ്പിലല്ല ഈ കേസുള്ളത്. നമ്മൾ ചെയ്യാണ്. പിണറായി വിജയന്റെ സണ്ണിലോ ആണ് ഇവിടുത്തെ സൂപ്പർ മുഖ്യമന്ത്രി. അദ്ദേഹം പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഗോവിന്ദ് പറയുന്നത് എനിക്കൊരു പരാതി കിട്ടിയിട്ടില്ല. ഈ നാടകമൊക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ വെച്ചാൽ മതി. ഇതിപ്പോഴും പാർട്ടിയുടെ പ്രശ്നമല്ല. ഇത് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. BJPക്ക് സംസ്ഥാന ഏജൻസിയിൽ വിശ്വാസമുണ്ട്. അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ധാർമ്മികമായ ഉത്തരം അവർ പറയണ്ടേ? ഇത്രയും ഗുരുതരമായ ഒരു കേസ് കണ്ടെത്തുകയും അതിന്റെ പ്രഭവ കേന്ദ്രം എന്താണെന്ന് കണ്ടെത്തുകയും പണം കൈമാറിയെന്ന് സ്ഥിരീകരിക്കുകയും അഴിമതിയാണെന്ന് സമ്മതിക്കുകയും അതിന്റെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്യും. ഇത്രയും തെളിവുകൾ നമ്മുടെ ചിത്രത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ടൊരു പോലീസ് എഫ്ഐആർ വേണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ചോദിക്കുന്നത്, പരാതിക്കാരൻ അയാൾ പരാതി നൽകത്തുമില്ലെന്ന് പറയുന്നു. ഈ പരാതി നൽകാതെ എങ്ങനെയാണെന്ന് പ്രമോദ് കോട്ടൂളിയെ സസ്പെൻഡ് ചെയ്തില്ല? അല്ല, പാർട്ടിക്ക് വേണമെങ്കിൽ ഇത് ഒതുക്കി തീർക്കരുതായിരുന്നു. അങ്ങനെയെങ്കിൽ അല്ല, എന്താ ഒതുക്കി തീർക്കാത്തത്? അല്ല, ഒതുക്കി തീർത്തില്ലേ? പാർട്ടി എന്തോ വലിയ മഹാകാര്യം ചെയ്തു നിങ്ങൾ പറയാം. എന്താണ് പാർട്ടി എന്തോ മഹാകാര്യം ചെയ്തത്? പോലീസിന് കൊടുക്കണം. ഇത് അവിടെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. പാർട്ടി കോടതിയല്ല, ഇത് ചൈനയല്ല, ഇന്ത്യ രാജ്യമാണ്. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. പാർട്ടി കോടതി തീരുമാനിച്ചിട്ട് ഒരാളെ മാറ്റി നിർത്തുന്നു, തിരിച്ചെടുക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച വിഷയമുള്ള കാര്യമല്ല. പാർട്ടി കോടതി തീരുമാനിക്കാനുള്ളതല്ല ഇത്. നീതിന്യായ കോടതികളാണ് ഇതിന്റെ ഉത്തരം കാണുന്നത്. ഈ PSC അംഗത്വ നിയമനത്തിനല്ല ഈ കോഴ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം. എന്താണ് BJPയുടെ ഒരു അറിവെന്നാൽ? അല്ല, PSC നിയമന കോഴ അല്ലെങ്കിൽ ഏത് കോഴയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണത്. PSC നിയമന കോഴയല്ല, ആയുഷിൽ ജോലി കൊടുക്കാനാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങളാരും അതൊന്നും അല്ല വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പരാതിക്കാരനോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താ ചോദിച്ചത്? അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഇതിന് വ്യക്തത വരുത്തുന്നത് ആരാണ് വ്യക്തത വരുത്തുന്നത്? മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ അല്ലല്ലോ. പോലീസല്ലേ ഇതിന് വ്യക്തത വരുത്തുന്നത്. എന്താ അത് അന്വേഷിക്കാത്തത്? പണം കൈമാറിയതിന് തെളിവില്ല എന്നൊക്കെയാണ് CPM പറയുന്നത്. പിന്നെ എന്താ നടപടിയുണ്ട്? അല്ല, എനിക്ക് മനസ്സിലാവുന്നു. പാർട്ടിക്ക് ചേരാത്ത പണം കൈമാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തനമാണ്? പണം കൈമാറിയ കേസല്ലേ? അല്ല, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനൊക്കെ അതിൽ വലിച്ചെടുത്ത് ദുരുപയോഗം ചെയ്തു എന്നൊക്കെയാണ്. ഈ സജീവൻ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി? ഞാൻ കേട്ടത് അങ്ങനെയാണ്. നിങ്ങളൊരു സജീവന്റെ പേര് പറഞ്ഞല്ലോ. ഞാൻ കേട്ടത് അയാൾ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. അല്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയല്ലേ ഇവിടെ ഇരുന്ന് അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരല്ല. അതേക്കുറിച്ചൊരു അന്വേഷണം വേണ്ടത്. ഇതില് പറയുന്നത് ഈ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ പേര് ദുരുപയോഗം ചെയ്തു, എന്നിട്ട് മറ്റൊരു BJP പ്രവർത്തകനായ സജീവന്റെ നമ്പർ അത് ഏതാണെന്നാണെന്ന് സാർ, ആ നമ്പർ ഞാൻ കോടതിയിൽ അടിച്ചു നോക്കിയപ്പോൾ അത് ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ നമ്പറാണ് എനിക്ക്. ഒന്നും വരാതല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. സജീവന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പോയാൽ മതിയാവില്ലല്ലോ. വളരെ ദുരുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. അതിനുള്ള മറുപടി നിങ്ങൾ എനിക്ക് തരണം. പ്രധാനപ്പെട്ട ഒരു ചാനൽ വളരെ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ വാർത്ത കൊടുത്തത്. എന്തായിരുന്നു അതിന്റെ ഇന്റൻഷൻ? ഏത് BJP-കാരനാണ് ഈ സംഭവത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ? അല്ല, CPM കൊടുത്ത വാർത്തയല്ലത്. CPM-ന്റെ ക്യാപ്സ്യൂളാണ് അത്. ഞാൻ അതുകൊണ്ടല്ലേ ചാലഞ്ച് ചെയ്യുന്നു.
BJPയുടെ ഏതെങ്കിലും ഒരു പ്രാഥമിക അംഗത്തെയെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ബാക്കിയുള്ളവരെ വിട്, നേതാവ് വിട്. ഒരു പ്രൈമറി മെമ്പർഷിപ്പ് ഉള്ള ആളെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നീചകൃത്യം നമ്മൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും പ്രക്ഷോഭം ആരംഭിച്ചല്ലോ. ഇനിയും കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മുമ്പിൽ അതിശക്തമായിട്ടുള്ള സമരം ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ അത് ഒരു അരമണിക്കൂർ ലൈവായിട്ട് കാണിച്ചതാണ്. കോഴിക്കോട് പല സ്ഥലത്തും അതിന്റെ പേരിൽ സമരങ്ങൾ നടക്കുന്നു. ഇനിയും സമരങ്ങൾ ബിജെപിയെ കുറിച്ച് ചോദിച്ചു. ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് സുരേഷ് ഗോപി BJPയുടെ നേതാവോ പ്രാദേശികമായ പ്രവർത്തകനോ പോലും അല്ല. എന്താണ് സുരേന്ദ്രന്റെ അഭിപ്രായം? അല്ല, ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് CPMന്റെ അഴിമതിയെ സംബന്ധിച്ചും കോഴയെ സംബന്ധിച്ചും സംസാരിക്കാനാണ്. CK പത്മനാഭന്റെ കാര്യം സംസാരിക്കാൻ പിന്നെ ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണുന്നു. എന്നാലും CK പത്മനാഭന് മറുപടി ഇല്ല. അതല്ല ഞാൻ നിങ്ങളെ ദിവസം കാണാം. ഞാൻ ആ വാർത്തയിൽ കണ്ടിട്ടില്ല. ഒന്ന് മടയിൽ കയറി കാണുന്നു. അല്ല, ഇന്നലെ കൈരളിയൊക്കെ ഞാൻ ദിവസവും നോക്കുന്നു. മനോരമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് പാർട്ടി കൊടുത്താണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, മനോരമയെ പറ്റി പറഞ്ഞത് നിങ്ങൾ വേവലാതിപ്പെടുന്ന. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഞങ്ങൾക്ക് വേവലാതിയില്ല, നിങ്ങൾക്കാണ് വേവലാതി. ഞങ്ങൾക്ക് എന്താ വേവലാതി? വെറുതെ ഇത് കൈരളിയും BJPയും തമ്മിലുള്ള ഞാൻ ഒരു പത്രത്തിൽ ഞാൻ ആ വാർത്ത വായിച്ചില്ല, ഒരു ചാനലിലും ഞാൻ കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? കണ്ണൂരിൽ നൽകിയ അത് ഏതിലാന്ന് പറയുന്നത്? ഏത് ചാനലാണ്? കണ്ണൂർ വിഷയം. അത് ഞാൻ നോക്കിട്ട് ചെയ്തു. എന്നോട് നിങ്ങൾ ഇങ്ങനെ ചൂടായിട്ട് എന്താ കാണണ്ടേ? കാണാത്തൊരു വാർത്തയെ പറ്റിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ ഇനിയും വരാം. ഞാൻ എത്ര വന്നു നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ പദ്ധതിയിൽ കേരളം ഒന്നാമതെത്തിയിട്ടുണ്ട്. നാലാം തവണ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പനി പിടിച്ച ആളുകൾ ചത്തൊടുക്കുന്നു. തെറ്റാണെന്നാണ് പറഞ്ഞത്. എത്ര ആള് എന്താണ് നിങ്ങൾ പറയുന്നത്? പനി പിടിച്ചിട്ട് ഇവിടെ മരുന്നില്ല, ഒരു സംഭവമില്ല. എന്നിട്ട് നീതി ആയോഗ് എന്ന് പറഞ്ഞത് അല്ലത് സത്യം കാണുമ്പോ അവരത് പറഞ്ഞു നല്ലത്. എന്താ നടക്കുന്നത്? ഞാൻ പറഞ്ഞേക്കാം. ഒരു പാരാമീറ്റർ വെച്ചിട്ട് പല അളവ് പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുവന്ന് മാർക്കെന്ന് രാഹുൽ ഗാന്ധി 99 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ പോലെയാണ്. 543 കിട്ടിയത്, 100-ലല്ല. ഞാൻ പറയുന്നത് ഇത് വെച്ചിട്ട് ഇവിടെ പനി പിടിച്ച ആളുകൾ മരിക്കുന്നു, മരുന്നില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എത്തിയിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങണം. ആരോഗ്യം ഞാൻ പറയാം. ക്ഷയരോഗമുണ്ട് നമ്മുടെ നാട്ടിൽ. അതിന് 6 മാസത്തേക്കുള്ള ഒരു കോഴ്സ് മരുന്നാണ് കൊടുക്കുന്നത്, ഒരു ടാബ്ലറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നേ വരെ നമ്മുടെ നാട്ടിൽ ക്ഷയരോഗത്തിന് 6 മാസം തുടർച്ചയായി കൊടുക്കുന്ന മരുന്ന് മുടങ്ങിയിട്ടില്ല. അത് മുടങ്ങിയാലുള്ള അപകടം എന്താണെന്ന് അറിയുന്നത്? മാരകമായ ശക്തിയിൽ ക്ഷയരോഗം തിരിച്ചു വരും. കേരളത്തിലെ ആശുപത്രികളിൽ ക്ഷയരോഗത്തിന് കൊടുക്കാനുള്ള മരുന്ന് മുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യമായ മരുന്നുകളില്ല, പരിശോധനാ സംവിധാനങ്ങളില്ല, കുത്തഴിഞ്ഞു കിടക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നേയില്ല, കൊതുകുകൾ പെരുകുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പകർച്ചവ്യാധികൾ പടരുകയാണ് കേരളത്തിൽ. ഇത്തവണ ഒരു പഞ്ചായത്തിലും കൊതുകിനെ കൊല്ലാനുള്ള ഒരു യന്ത്രം വെച്ച് പോകുന്നില്ല. അതുപോലും നടന്നില്ല. ഒരു മാലിന്യവും നിർമ്മാർജ്ജനം ചെയ്തില്ല. ഇതെല്ലാം സത്യമാണ്. എന്ത് കിട്ടിയതാണ് നിങ്ങൾ പറയുന്നത്? ഏത് കാര്യത്തിലും ഒരു കാര്യത്തിലും നിങ്ങൾ എന്ത് ആളുകളെ 500 കോടി 600 കോടി നഗരവികസനത്തിന് കൊടുത്ത നഗരത്തിലെ ഓടയിൽ വീണിട്ട് ആളുകളെ കാണാതാവുന്നു. എന്താണ് നിങ്ങൾ പറയുന്നത്? എന്ത് ഭരണമാണ് ഇവിടെ? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ 1 വർഷമായ 5 നയ പൈസയുടെ വിഹിതം കൊടുക്കുന്നില്ല. സഹോദരി,
സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് കൊടുത്ത കാശിന്റെ കണക്ക് ഞാൻ പോക്കറ്റ് എടുത്ത് തരാം. ഈ കാശൊക്കെ എവിടെ പോയി? ഞങ്ങളുടെ ചോദ്യം ഒറ്റേ ഉള്ളൂ. ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്ത കാശൊക്കെ എവിടെ പോയി? അതെന്താ പറയാത്തത്? നീതി ആയോഗിനെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? നീതി ആയോഗ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പാരാമീറ്റർ വെച്ചിട്ട് കേരളം നല്ലതാണെന്ന് പറഞ്ഞ ബാക്കിയെല്ലാം അംഗീകരിച്ച് തരാൻ മാത്രമുള്ള മടയന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? ഇതെല്ലാം പറഞ്ഞിട്ട് 6% പാർട്ടിക്കാര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പാർട്ടിയെ വിട്ട് BJPക്കും പ്രതിപക്ഷത്തിനും വോട്ട് ചെയ്തു. നിങ്ങളെ പാർട്ടി അടിയിൽ പോയി. ഇതിപ്പോ അതിനെപ്പറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റേ ടവറിൽ ഒരു ഇരുമ്പ് കസേരയിട്ട് മറ്റേ ടവറിന്റെ അവിടെ പോയി ഇരുന്നിട്ട് വലിയ ലോകം മുഴുവൻ ഞങ്ങളെ പിണറായി വിജയനെ ആദരിക്കുന്നു എന്ന് പറയുന്നത് പോലത്തെ നമ്പറുകളൊന്നും ജനം വിശ്വസിക്കില്ല. ജനം നിങ്ങളെ വെറുത്ത് കഴിഞ്ഞിരിക്കും. എന്തായാലും ഈ നീതി ആയോഗ് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നീതി ആയോഗിന്റെ പേര് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞതിനുള്ള മറുപടി നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയും. ശരി, വേറൊന്നുമില്ലല്ലോ. ഞാൻ അത് നോക്കട്ടെ. പറഞ്ഞ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്നും ഇങ്ങോട്ട് ഒഴുകുന്ന സ്ഥാനത്തിന് വേണ്ടിയാണ് അവർക്കൊന്നും സ്ഥാനം കൊടുക്കാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. CKP എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ആ കണ്ണൂർ വിഷയം അല്ലേ ഞാൻ നോക്കി. അബ്ദുള്ള കുട്ടി പറഞ്ഞത് പിന്നെ